നമോ ഭഗവതേ വാസുദേവായ. മന്ദാന്തോളിതഹേമകുണ്ടലമണീശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം. ശ്രീ പാർത്ഥസാരഥയേ ശരണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരവും അത്യന്തം ജ്ഞാനപ്രദവുമായ 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തെ അല്പം ഇനി ചുരുക്കി മനസ്സിലാക്കാം. ഈ അധ്യായം പൂർണ്ണ ഭഗവത്ഗീതയുടെ സത്താണ് എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥ ത്യാഗവും സന്യാസവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്നാണ് അർജുനൻ്റെ സംശയം. അതിന് ഭഗവാൻ പറയുകയാണ്, ഹേ പാർത്ഥ, ഫലേച്ഛയോടെയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് സന്യാസവും സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നത് ത്യാഗവുമാണ്. കർമ്മങ്ങളെല്ലാം ദോഷയുക്തമായതിനാൽ ചില വിദ്വാൻമാർ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുവാൻ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും യജ്ഞം, ദാനം, തപസ് എന്നിവയെ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടവയല്ല എന്നാണ് വേറെ ചില മനീഷികളുടെ അഭിപ്രായം. ഇവ ആത്മശുദ്ധിക്ക് ഉപയുക്തമാണ് എന്നാണ് അവർ പറയുന്നത്. ഇനി ഭഗവാൻ തൻ്റെ നിശ്ചയം അറിയിക്കുകയാണ്. ആസക്തിയോ ഫലേച്ഛയോ കൂടാതെ യജ്ഞം, ദാനം, തപസ് എന്നിവ അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ആരെങ്കിലും ഇവ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത് തെറ്റിദ്ധാരണയ്ക്ക് അധീനമായ തമോ ഗുണം കാരണമാണ്. വേദസംഹിതമായ നിയതകർമ്മങ്ങളെ ക്ലേശകരമാണെന്നോ പ്രയാസമേറിയതാണ് എന്നോ കരുതി ത്യജിക്കുന്നത് രാജസത്യാഗമാണ്. തനിക്കു വിധിച്ച കർമ്മങ്ങളെ കർത്തവ്യഭാവത്തിൽ ചെയ്ത് ഫലയിച്ഛയില്ലാതെ ഉള്ള ആ ത്യാഗം സാത്വിക ത്യാഗമാണ്. അത്തരം ത്യാഗിയായ വ്യക്തിക്ക് ശുഭ അശുഭ ചിന്ത ഉണ്ടാവില്ല. ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ പൂർണ്ണമായും ത്യജിക്കാൻ സാധ്യമല്ല. കർമ്മഫലങ്ങളെ മനസ്സാലെ ത്യജിക്കലാണ് യഥാർത്ഥ ത്യാഗം. എല്ലാതരം കർമ്മങ്ങൾക്കും 5 ഘടകങ്ങൾ ആവശ്യമാണ്: ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രയത്നം, ജീവാത്മാവ്, പരമാത്മാവ്. ഇതറിയാതെ ജീവാത്മാവ് താനാണ് എല്ലാറ്റിൻ്റെയും കർത്താവ് എന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ ബുദ്ധിമാനല്ല. കർത്തൃത്വഭാവമില്ലാതെ തൻ്റെ കർത്തവ്യമാണ് എന്ന് കരുതി ഒരാൾ യുദ്ധക്കളത്തിൽ എത്ര തന്നെ ഹിംസ ചെയ്താലും ആ കർമ്മഫലങ്ങൾ അവനെ ബാധിക്കില്ല. ജ്ഞാനി, ജ്ഞാനവിഷയം, ജ്ഞാനം എന്നിവ കർമ്മത്തിൻ്റെ പ്രേരകങ്ങളും ഇന്ദ്രിയങ്ങൾ കർമ്മം കർത്താവ് ഇവ ഘടകങ്ങളുമാണ്. എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവിൻ്റെ അംശത്തെ ദർശിക്കുന്നത് സത്വഗുണിയായ ജ്ഞാനവും ജീവാത്മാക്കളിൽ ഉച്ചനീചത്വം കൽപ്പിക്കുന്നത് രജോ ഗുണിജ്ഞാനവും ശരീരമാണ് ജീവൻ എന്നുള്ള ജ്ഞാനം തമോ ഗുണിജ്ഞാനവുമാണ്. ഫലാസക്തിയില്ലാതെ വേദസംഹിതമായ കർമ്മം നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്നത് സാത്വിക കർമ്മവും ഫലേച്ഛയോടെയും മിഥ്യാഹങ്കാരത്തോടെയും പ്രയാസപ്പെട്ടും ചെയ്യുന്ന കർമ്മം രാജസവും അന്യജീവാത്മാക്കളെ പീഡിപ്പിച്ചുകൊണ്ടും പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി അഥവാ പാപപുണ്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെയും ചെയ്യുന്ന കർമ്മങ്ങൾ താമസികവുമാണ്. പ്രകൃതിയുടെ ഗുണങ്ങളായ സാത്വിക, രാജസ, താമസ ഗുണങ്ങളായി ബന്ധപ്പെടാതെ അഹങ്കാരരഹിതനായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന ഭാവമില്ലാതെ ദൃഢനിശ്ചയത്തോടെയും ഉത്സാഹത്തോടെയും അപജയങ്ങളിൽ അക്ഷോഭ്യനായും പ്രവർത്തിക്കുന്ന കർത്താവ് സാത്വിക കർത്താവാണ്. ഫലാസക്തിയോടെ ഈർഷയും അസൂയയും വെച്ചു പുലർത്തി മനഃശുദ്ധിയില്ലാതെയും അപജയങ്ങളിൽ ശോഭിക്കുന്നവനുമായ കർത്താവ് രജോ ഗുണിയും. എപ്പോഴും ശാസ്ത്രവിരുദ്ധമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഭൗതികവാദിയായി ദുർവാശിക്കാരനും ചതിയനും അന്യരെ അപമാനിക്കുന്നതിൽ മിടുക്കനും അലസനും എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവനുമായി എല്ലാ കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന് കരുതുന്നവനുമായ കർത്താവ് തമോ ഗുണിയാണ്. ഏതുതരം കർമ്മം ചെയ്യാം, ഏത് ചെയ്യാൻ പാടില്ല, ഏത് കർമ്മത്തെ ഭയപ്പെടണം, ഏതിനെ ഭയപ്പെടേണ്ടതില്ല, ഏതു കർമ്മത്താൽ ബന്ധനം അഥവാ സംസാരം അനുഭവിക്കേണ്ടി വരും, ഏതിനാൽ മുക്തനാവാം, ഇതെല്ലാം അറിയുന്നവൻ സാത്വിക ബുദ്ധിയുള്ളവനും ധർമ്മ അധർമ്മത്തെ അറിയാത്തവനും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കർമ്മത്തെപ്പറ്റി ബോധമില്ലാത്തവനുമായ
അവൻ്റെ ബുദ്ധി രാജസവും എപ്പോഴും തെറ്റിദ്ധാരണയും അജ്ഞാനവും സ്വഭാവമായവനും ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും കരുതി തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസവുമാണ്. ഭഗവത് സമ്പർക്കത്തിൽ മനസ്സിനെ സമനിലയിൽ നിർത്തി തൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നവൻ്റെ നിശ്ചയങ്ങൾ സാത്വികവും, ധർമ്മ അർത്ഥ കാമങ്ങൾക്കായി ഫലാകാംക്ഷയോടെ ഉള്ള നിശ്ചയങ്ങൾ രാജസവും, ആലസ്യം, വ്യർത്ഥ സങ്കല്പങ്ങൾ, ഭയവിഹ്വലവും വിഷാദപൂർണവും ബുദ്ധിശൂന്യവുമായ നിശ്ചയങ്ങൾ താമസവുമാണ്. തുടക്കത്തിൽ വിഷം പോലെ കഠിനവും അപ്രിയവുമായി തോന്നുന്നതാണെങ്കിലും അന്ത്യത്തിൽ അമൃതതുല്യവും ആത്മസാക്ഷാത്കാരം നൽകുന്നതുമായ സുഖം അഥവാ ആത്മസുഖം സാത്വികമാണ്. വിഷയങ്ങളിൽ നിന്നു ലഭിക്കുന്നതും ആദ്യം അമൃതതുല്യം തോന്നുന്നുവെങ്കിലും ഒടുവിൽ ദുഃഖകാരണവുമാകുന്ന സുഖം രാജസവും, അധ്യാത്മരൂപത്തിൽ അർത്ഥഹീനവും, ആദ്യ അവസാനം തെറ്റിദ്ധാരണയും ദുഃഖപൂർണവും, നിദ്ര, ആലസ്യം, പ്രമാദം അഥവാ നിഷ്ക്രിയത തുടങ്ങിയവയിൽ നിന്ന് ഉണ്ടാകുന്നതുമായ സുഖം താമസവുമാണ്. പക്ഷേ പ്രകൃതിജന്യങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായ ജീവൻ ഏഴന്മാരിലോ മനുഷ്യരിലോ അന്യവിഭാഗങ്ങളിലോ എവിടെയും ഇല്ല. ഇനി ഭഗവാൻ 4 വർണ്ണങ്ങളുടെ വിശേഷതയാണ് സൂചിപ്പിക്കുന്നത്. ശാന്തത, ആത്മസംയമനം, തപസ്, ആന്തരിക ബാഹ്യശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിവേകപൂർവമായ പ്രവൃത്തി, ഈശ്വരവിശ്വാസം ഇവ ബ്രാഹ്മണ സ്വഭാവ ഗുണവിശേഷങ്ങളും വീരശൂര പരാക്രമത്വം, ശാരീരിക മാനസികമായ ബലം, ദൃഢനിശ്ചയം, ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ നിപുണത, യുദ്ധസന്നദ്ധത, മനസ്കത, നേതൃത്വ ഗുണം ഇതെല്ലാം ക്ഷത്രിയൻ്റെ പ്രത്യേകതയും. കൃഷി, ഗോപരിചരണം, വ്യാപാരം ഇതിൽ നിപുണത, വൈശ്യരുടെ സ്വഭാവഗുണവും, കഠിനാധ്വാനം ചെയ്യുന്നതിലും മറ്റുള്ളവരെ പരിചരിക്കുന്നതിലും തൽപരത ശൂദ്രസ്വഭാവവിശേഷവുമാണ്. ഈ 4 വർണ്ണക്കാരും അവരവരുടെ സ്വാഭാവിക പ്രവൃത്തി നിരതരായി ഫലങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ചാൽ പൂർണ്ണത അഥവാ മുക്തി നേടാൻ അവർക്ക് സാധിക്കും. ഓരോ വ്യക്തിക്കും അവനവൻ്റെ സ്വഭാവമനുസരിച്ച് വിധിക്കപ്പെട്ട കർമ്മം നിർവഹിക്കുന്നത് അല്പം ത്രുടി അല്ലെങ്കിൽ അപാകതയോടുകൂടിയാണ് എങ്കിലും അതിൻ്റെ പാപപ്രകരണം അനുഭവിക്കേണ്ടി വരില്ല. പക്ഷേ അന്യരുടെ കർമ്മം പൂർണ്ണ ശ്രദ്ധയോടെ പൂർണ്ണമായി നിർവഹിച്ചാലും അത് ഗുണകരമാവില്ല. എല്ലാ കർമ്മങ്ങൾക്കും തീയിനോടൊപ്പം പുക എന്ന പോലെ ദോഷങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ആ ദോഷത്തെ പേടിച്ച് കർമ്മം ഉപേക്ഷിക്കരുത്. ഫല ഇച്ഛ ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രതികരണങ്ങളെ നേരിടേണ്ടി വരില്ല. ശുദ്ധബുദ്ധിയോടെ ആത്മസംയമനത്തോടുകൂടിയും വിഷയഭോഗങ്ങളെ ത്യജിച്ചും രാഗദ്വേഷരഹിതനുമായി ജനക്കൂട്ടങ്ങളിൽ നിന്നൊഴിഞ്ഞ് മിതഭോജിയായി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ നിയന്ത്രിച്ച് ധ്യാനത്തിൽ മുഴുകി മിഥ്യാഭിമാനം വെടിഞ്ഞ് കാമക്രോധ ലോഭമുക്തനായി ഒന്നിലും അവകാശബോധമില്ലാതെ ശാന്തനായ ഒരാൾക്ക് തീർച്ചയായും ആത്മസാക്ഷാത്കാരം പ്രാപിക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് ആഗ്രഹമോ ദുഃഖങ്ങളോ ദ്വന്ദ്ങ്ങളോ ഇല്ലാത്ത ഭഗവത് സത്തയെ മനസ്സിലാക്കി ഈശ്വര സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഭഗവാൻ പറയുകയാണ്, ജീവൻ എന്തു കർമ്മമോ ചെയ്യട്ടെ, എപ്പോഴും ഭഗവത് സ്മരണയോടെ ചെയ്യുകയാണെങ്കിൽ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തനാവാൻ സാധിക്കും. അതിനാൽ ഹേ അർജുന, നീ എല്ലാം എന്നിൽ മനസ്സോടെ സമർപ്പിച്ച് യുദ്ധം എന്ന നിന്റെ നിയതകർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ നിനക്ക് ശാന്തിയും ശാശ്വതമായ പദം അഥവാ മുക്തിയും നേടാൻ സാധിക്കൂ. ഭഗവാൻ അർജുനന് ഹിതോപദേശമായി പറയുകയാണ്, ഇത് അത്യന്ത രഹസ്യമായതും ഗൂഢവുമായ ജ്ഞാനമാണ്. നീ നന്നായി ആലോചിച്ച് നിനക്ക് ഹിതമായത് ചെയ്യുക. അന്ത്യ ഉപദേശമായി വീണ്ടും ഭഗവാൻ പറയുകയാണ്, ഹേ അർജുന, നീ സദാ എന്നെ സ്മരിക്കുക, എൻ്റെ ഭക്തനാവുക,
എല്ലാ ധർമ്മം അഥവാ കർത്തവ്യബോധങ്ങളും ത്യജിച്ച് എന്നെ ശരണം പ്രാപിക്കുക. എങ്കിൽ നീ സകല പാപങ്ങളിൽ നിന്നും മോചിതനാകും. നീ ഭയഭീതനാകേണ്ടതില്ല. ഈ ഗുഹ്യശാസ്ത്രം നിഷ്ഠയും ഭഗവത് ഭക്തിയും ഭഗവത് വിശ്വാസവും ഇല്ലാത്തവർക്കും അസൂയാലുക്കൾക്കും ഉപദേശിക്കരുത്. ഈ പരമരഹസ്യമായ ശാസ്ത്രം ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവനെ കാൾ എനിക്ക് പ്രിയങ്കരനായ വേറെ ഒരു വ്യക്തിയില്ല. അവന് ഞാൻ എൻ്റെ ധാമം ഉറപ്പായും നൽകും. ഭഗവാൻ പറയുകയാണ്, ഹേ പാർത്ഥ, ഈ സംഭാഷണം പഠിക്കുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ്. അസൂയ കൂടാതെ പൂർണ്ണ വിശ്വാസത്തോടെ ഈ ശാസ്ത്രം ശ്രദ്ധയോടെ പഠിക്കുന്നവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി പുണ്യാത്മാക്കളോടൊപ്പം ശുഭമായ ലോകങ്ങളിൽ വസിക്കും. അതിനുശേഷം ഭഗവാൻ ചോദിക്കുകയാണ്, ഹേ അർജുന, നീ ഇതെല്ലാം സശ്രദ്ധം കേട്ടല്ലോ. അജ്ഞാനജന്യമായ നിന്റെ തെറ്റിദ്ധാരണ ഇപ്പോൾ നീങ്ങിയില്ലേ? ഉത്തരമായി അർജുനൻ പറയുകയാണ്, ഹേ അച്യുത, അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ കരുണയാൽ എൻ്റെ എല്ലാ സംശയങ്ങളും നീങ്ങി. എൻ്റെ ബുദ്ധി സ്ഥിരവും സംശയരഹിതവുമാണ്. ഞാൻ അങ്ങയുടെ എല്ലാ ആജ്ഞകളും ശിരസാവഹിച്ച് പ്രവർത്തിച്ചു കൊള്ളാം. ഇതിനെല്ലാം ദൃക്സാക്ഷിയായി സർവവും ശ്രവിച്ച സഞ്ജയൻ പറയുകയാണ്, ഹേ രാജാവേ, മഹാത്മാക്കളായ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ നടന്ന ഈ സംഭാഷണം വ്യാസഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചു. അത്ഭുതകരവും പരമരഹസ്യവുമായ ഈ പുണ്യസംവാദം ഓർത്തോർത്ത് ഞാൻ പുളകിതനാകുന്നു. ആ ദിവ്യ ഭഗവത് രൂപം ഓർക്കുന്തോറും എൻ്റെ വിസ്മയം വർദ്ധിക്കുന്നു. ഞാൻ ആനന്ദസാഗരത്തിൽ മുങ്ങിപ്പോകുന്നു. ഹേ രാജാവേ, എവിടെയാണോ യോഗേശ്വരനായ ശ്രീകൃഷ്ണനുള്ളത്, എവിടെയാണോ വില്ലാളി വീരനായിട്ടുള്ള അർജുനനുള്ളത്, അർത്ഥാത് എവിടെ പരിശ്രമം അഥവാ പൂർണ്ണ പുരുഷാർത്ഥമുണ്ടോ അവിടെ പൂർണ്ണ ഈശ്വര അനുഗ്രഹവും ഉണ്ടാവും. അവിടെയാണ് നീതിയും വിഭൂതിയും ഐശ്വര്യവും അന്തിമ വിജയവും ഉണ്ടായിരിക്കുക. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന അവസാന സൂചനയോടെ അഥവാ മുന്നറിയിപ്പോടെ സഞ്ജയൻ തൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു. ഇതോടെ ഭഗവത്ഗീതയുടെ അവസാന അധ്യായവും അവസാനിച്ചു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഭഗവാന്റെ അഹേതുകി കൃപയാലും സഹൃദയരും ഭക്തരുമായ നിങ്ങളേവരുടെയും പ്രോത്സാഹനത്താലും ഈ മഹത് ഗ്രന്ഥത്തെ അർത്ഥസഹിതം വിവരിക്കാനും ഭഗവാന്റെ ഉപദേശങ്ങളെ അല്പസ്വല്പമെങ്കിലും നിങ്ങളിൽ എത്തിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് അത്യന്തം സംതൃപ്തി അനുഭവപ്പെടുന്നു. നിങ്ങളേവരുടെയും പ്രോത്സാഹനവും സഹകരണവും ഇല്ലായിരുന്നെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ എളുപ്പമല്ലായിരുന്നു. എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനും എല്ലാ ശ്രോതാക്കൾക്കും കോടി കോടി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമുക്ക് ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തിനെ പറ്റി മനസ്സിലാക്കാം. എന്ത് വസ്തുവിൻ്റെയും പുരാണങ്ങൾ, പ്രത്യേകിച്ച് ഒരു ക്ഷേത്രം, തീർത്ഥം, ഇതിൻ്റെയൊക്കെ മാഹാത്മ്യം അറിഞ്ഞിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതിനെപ്പറ്റി നന്നായി ഒരു പഠനം ചെയ്തിട്ട് നമ്മളതിനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം കൂടുതൽ സഫലമായിട്ട് തോന്നും. അതേപോലെ ഈ ഭഗവത്ഗീത പഠിക്കുക, അല്ലെങ്കിൽ അതിനെ വായിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ തത്വവിചാരം ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് ലാഭം? നമുക്ക് എന്ത് ലാഭം എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുക, എന്താണ് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുക, ഇത് എല്ലാവരും ചിന്തിക്കും വേണം. അപ്പോൾ ഈ ഭഗവത്ഗീത ആയിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാൽ നമുക്ക് എന്ത് ലാഭം കിട്ടും? നമുക്ക് എന്താണ് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന് എന്ത് കിട്ടും എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇത് വരാഹപുരാണത്തിൽ ശൗനകാദികൾക്ക് സൂതൻ ഉപദേശിച്ചു, അല്ലെ? എല്ലാ പുരാണങ്ങളും സൂതനാണ് ശൗനകാദികൾക്ക് ഉപദേശിച്ചത്. അപ്പം അതിൻ്റെ കൂടെ ഇതിനെയും ഉപദേശിച്ചിട്ടുണ്ട്. ഈ ഗീതാ മാഹാത്മ്യത്തിനെ പറ്റിയിട്ട് ഗീത പഠിച്ചാൽ എന്താണ്? ഇത് എത്രയോ കൽപ്പങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഒരു ശ്രീകൃഷ്ണൻ അവിടെ അർജുനന് പറഞ്ഞു കൊടുത്തു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ സൂര്യന് ഞാൻ ഉപദേശിച്ചു. ആ സൂര്യൻ ഇത് തൻ്റെ പരമ്പരയായിട്ട് ആ മക്കൾക്കുമായിട്ട് അതങ്ങനെ ഒഴുകി വന്നു ഭൂമിയിലേക്ക്. പിന്നെ അതിനെ ആൾക്കാരൊക്കെ മറക്കൽ തുടങ്ങിയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനെ ഒന്നും കൂടി അർജുനന് പറഞ്ഞു കൊടുത്തു. ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതിൽ 2 മാഹാത്മ്യങ്ങളെ പറ്റിയിട്ട് ആ വാരാഹപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലത്തെ ആദ്യം കുറച്ച് ശ്ലോകങ്ങൾ, 7 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള അതിനെ നമുക്ക് മനസ്സിലാക്കാം.
അതിലത്തെ ഒരു ശ്ലോകത്തിന് നമുക്ക് ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങളിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ശ്ലോകം എന്താണ് പറയണത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതൊക്കെ മനസ്സിലാക്കാനുള്ളത് തന്നെയുള്ളൂ. എന്നാലും നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ശ്ലോകം എന്താണ് പറയണത്? ഓം നമോ ഭഗവതേ വാസുദേവായ. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പടേ പ്രയത പുമാൻ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാദിവർജിത. ഈ ശ്ലോകം നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ഈ ഗീതാശാസ്ത്രം അത്യന്തം പുണ്യം നിറഞ്ഞതാണ്. ഇത് ഏത് പുമാൻ, ഏത് പുരുഷൻ, പുമാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അതിൽ ബന്ധമില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. പുമാൻ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഏത് വ്യക്തിയാണോ ഈ ഗീതാശാസ്ത്രത്തിനെ പഠിക്കുന്നത് അവർ അത്യന്തം പുണ്യത്തിനെയാണ് അവർ പ്രാപ്തി ചെയ്യുക. കാരണം ഇത് പുണ്യം നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ്. അവർക്ക് എന്താണ് ഗതി? വിഷ്ണോപദം ആപ്നോതി. അവർ ആ വിഷ്ണുവിൻ്റെ പദത്തിലേക്ക് എത്തും. അവിടെ എന്താണ്? അവിടെ ദ്വന്ദ്ങ്ങളില്ല, ഭയശോകങ്ങളില്ല. കാരണം ഭയവും ശോകവും എപ്പോഴാണ് വരിക? ദ്വന്ദ്ം ഉണ്ടാകുമ്പോഴാണ് വരിക. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഭയപ്പെടണേ. എന്തിനാ ഭയപ്പെടണേ? നമ്മൾ ഭാവിയെ പറ്റിയിട്ടാണ് ഭയപ്പെടുക. ഭാവിയിൽ എന്തുണ്ടാവും എന്നുള്ള ആ ഭയം എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. അതേമാതിരി നമുക്ക് ശോകം തോന്നാരെപ്പോഴാണ്? നമ്മുടെ കാലത്തിനെ പൂർവ്വ കർമ്മങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം ശോകം തോന്നാറുണ്ട് അല്ലേ? ആ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല, ഈ ലാഭം എനിക്ക് കിട്ടായിരുന്നു, ആ സമയത്ത് ഞാൻ നേരെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പല ശോകങ്ങളും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ പദം, ആ വൈകുണ്ഠം, അവിടെ ഈ ശോകങ്ങളോ അല്ലെങ്കിൽ ഈ മോഹങ്ങളോ, കാരണം മോഹം ഇപ്പം ദന്തമുണ്ടെങ്കിൽ അല്ലേ ഇതെനിക്ക് ഇതെൻ്റെ എന്നുള്ള ചിന്ത വരില്ല. കൂട്ടത്തിൽ ഒരു തരം ഭയങ്ങളും അവിടെ ഇല്ല. അതാണ് ആദ്യത്തെ ശ്ലോകം പറയണത്. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മകൃതാനി ച. ആദ്യത്തെ ശ്ലോകം പറഞ്ഞ് അവർക്ക് വിഷ്ണുവിൻ്റെ പദം കിട്ടും, അവർക്ക് മുക്തി കിട്ടും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ആ ഗീത അധ്യയനശീലസ്യ, ആ ശീലം പ്രാണായാമം നമുക്കറിയാം അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പ്രാണായാമം അഷ്ടാംഗയോഗത്തിലത്തെ ഒരു അംഗമാണ്. അതിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതാണ് ആ അഷ്ടാംഗയോഗത്തിൻ്റെ 8 അംഗങ്ങൾ. അപ്പം അതിൽ 4ാമത്തെയാണ് പ്രാണായാമം. പ്രാണായാമം പരിശീലിച്ചാൽ എന്താ ഗുണം? നമ്മുടെ ആരോഗ്യം നല്ലതാവും, അത് ശരി. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ മനസ്സിനെ നമ്മുടെ അധീനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ ജ്ഞാന സമ്പാദനത്തിനും അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് കൂടുതൽ ഉന്നതി പ്രാപ്തി ചെയ്യാനും ഒക്കെ സാധിക്കും. പ്രാണായാമം ശീലിച്ച ഒരു വ്യക്തിക്ക് തൻ്റെ മനസ്സിനെ, തൻ്റെ ഇന്ദ്രിയങ്ങളെ ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അതൊരു ലാഭമുണ്ട്. അപ്പോൾ മരണശേഷം മുക്തി ലഭിക്കും. ജീവിച്ചിരിക്കുമ്പോഴോ അവർക്ക് പൂർണ്ണമായിട്ട് തൻ്റെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ തൻ്റെ ആ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും ചെയ്യില്ല മനസ്സും ശരീരവും. അത് ഒരു ലാഭമുണ്ട്. പിന്നെ നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനി ച. പൂർവജന്മങ്ങളിൽ ചെയ്ത ആ പാപങ്ങളും കൂടിയും ഈ ഭഗവത്ഗീതയായിട്ടുള്ള സമ്പർക്കത്തിൽ നശിച്ചു പോകും. കാരണം നമ്മൾ ഭഗവത്ഗീത ഇങ്ങോട്ട് വായിക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ പുണ്യങ്ങളും വർദ്ധിച്ചിട്ട് നമുക്കൊരു കഷ്ടപ്പാടും ശാരീരികവും മാനസികവും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ശരീരത്തിൻ്റെ പ്രാരബ്ധം അതിനനുഭവിക്കേണ്ടി വരും. പക്ഷേ പാപങ്ങളിലേക്ക് മനസ്സ് പോവില്ല. ഇപ്പോഴത്തെ ജന്മത്തിൽ ഒരു പാപം ചെയ്യാനുള്ള ആ ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതി വരില്ല. ആ കൂട്ടത്തിൽ നമ്മൾ കുറഞ്ഞും കൂടിയിട്ടുള്ള ആ കർമ്മഫലങ്ങളെ നമ്മൾ അനുഭവിച്ചിട്ട് തീർക്കും ചെയ്യും. പിന്നെ അപ്പോൾ ഒരു പൂർവ്വജന്മത്തിൻ്റെ പ്രാരബ്ധമില്ലാത്ത കാരണം, ഈ ജന്മത്തിൻ്റെയും പ്രാരബ്ധമില്ലാത്ത കാരണം വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരില്ല. പിന്നെ 3ാമത്തെ ശ്ലോകം. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഗദ്ഗീതാംബസി സ്നാനം സംസാരമലനാശനം. എല്ലാവരും ദിവസത്തിൽ 2 3 മിനിമം ഒന്നെങ്കിലും
ജലത്തിൽ സ്നാനം ചെയ്യുന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? നമ്മുടെ ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ നീക്കം ചെയ്യണം. ഇതാണല്ലോ. അപ്പോൾ ദിവസേന മനുഷ്യർ കുളിക്കണം, സ്നാനം ചെയ്യണം. അപ്പോൾ ആ മനുഷ്യ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കണം. അതിനെ ആ ശരീരത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് ശരീരത്തിനെ മോചിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ വെറും ബാഹ്യമായ സ്നാനം ജലം കൊണ്ട്, അതിപ്പോൾ ഗംഗയിലെ ജലത്തിൽ സ്നാനം ചെയ്താലും നമ്മുടെ മനസ്സിൻ്റെ ആ മാലിന്യങ്ങളെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുമോ? അത് സാധിക്കില്ല. അതിനെന്ത് വേണം? അതിൽ ഗീതയാകുന്ന ജലത്തിൽ തന്നെ സ്നാനം ചെയ്യണം, അതിൻ്റെ തത്വവിചാരം ചെയ്യണം. അപ്പം ഈ ദ്വന്ദ്ങ്ങൾ വരില്ല, രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല. സകൃത് ഗീതാംബസി സ്നാനം. സകൃത് എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ ചെയ്തും കൊണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പാപചിന്തകൾ വരില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം സത്കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഈ ഗീതയിൽ മുഴുകുക. ഗീതയിൽ സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗീതയുടെ തത്വമായിട്ട് നമ്മൾ വളരെയധികം സമ്പർക്കത്തിൽ നിൽക്കുക. ആ തത്വ ചിന്തയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ ഗീതാ മാതാവിൻ്റെ മടിയിലിരിക്കുക, അല്ലെങ്കിൽ ആ ഗീതാ ജലത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംസാരമലനാശനം. ഗീതയെ നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? കാമവും ക്രോധവും ലോഭമാണ് നരകത്തിൻ്റെ 3 വഴി എന്ന് നമുക്ക് പറഞ്ഞു തന്നു. നരകത്തിലേക്കാണ് അത് എത്തിക്കുക. അപ്പം ഈ സംസാരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം കാമക്രോധ ലോഭ മോഹമതം ആത്സര്യാദികളെല്ലാം നമ്മളെ വന്ന് നമ്മുടെ മേലോട്ടാൻ നിൽക്കും, അല്ലേ? അപ്പം ഇതൊന്നൊക്കെ നമുക്ക് ഈ മലത്തുനിന്ന്, നമുക്ക് ഈ മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും ഗീതയിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ. 4-ാമത്തെ ശ്ലോകം. ഗീതാകർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരെ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഇവിടെ പല ഗീതങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും, അല്ലേ? ചിലത് സുഗീതങ്ങളാവും, ചിലത് കുഗീതങ്ങളാവും. അപ്പം ഇവിടെ ഈ ഭഗവത്ഗീത എന്താണ്? സുഗീതമാണ്. ഗീത സുഗീതമാണ്, കേൾക്കേണ്ടതാണ്. വേറെ ഒന്നും കേട്ടില്ലെങ്കിലും ഈ ഭഗവത്ഗീത സുഗീതത്തിനെ നമ്മൾ കേൾക്കേണ്ടതാണ്. ഇതെല്ലാവരുടെയും ഒരു കർത്തവ്യമാണ്. മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൻ്റെ ഒരു കർത്തവ്യമാണ്. കാരണം അതിന് മുക്തി പ്രാപിക്കണമെങ്കിൽ ഈ ഗീതയെ തന്നെ ആശ്രയിക്കണം. അപ്പം ഇത് കേൾക്കേണ്ട ഗീതമാണ്. വേറെ ഏത് ഗീതത്തിനെയാണ് കേൾക്കേണ്ടത് മനുഷ്യർ എന്നാണ് ചോദിക്കുന്നത്. കിം അന്യേ ശാസ്ത്രവിസ്തരി. കാരണം മറ്റേ ശാസ്ത്രങ്ങൾ, മറ്റുള്ള ആ പുരാണങ്ങൾ എല്ലാം കേട്ടാലും അതിൽ പലതും മനുഷ്യനെ വളരെയധികം ഭീതിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പലതും തെറ്റിദ്ധാരണയിലേക്ക് വരെ എത്തിക്കാനും പറ്റണത് ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മളെ ഒരു നേർ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവില്ല. ഭഗവത്ഗീത അങ്ങനെയല്ല. ഇത് നമ്മളെ എവിടെ എത്തിക്കണം? വിഷ്ണുപദത്തിലേക്ക് എത്തിക്കാനുള്ള ശാസ്ത്രമാണ്. അത് കാരണം ഇത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? യാ സ്വയം പത്മനാഭസ്യ. ഇത് സ്വയം പത്മനാഭൻ്റെ മുഖത്തുനിന്ന് ഒഴുകിയതാണ്. കാരണം ഭഗവാൻ പറഞ്ഞില്ലേ, ഞാനിത് സൂര്യന് വരെ ഉപദേശിച്ചു എന്ന് കൽപ്പത്തിൻ്റെ പല കൽപ്പങ്ങളുടെ മുമ്പേ. അപ്പോൾ ഇത് സാക്ഷാൽ ഭഗവാന്റെ മുഖത്തുനിന്ന്, പത്മനാഭൻ്റെ മുഖത്തുനിന്ന് ഒഴുകിയതാണ്. അത് കാരണം ഈ ഗീതമാണ് കേൾക്കേണ്ട. അന്യഗീതങ്ങളെ കേട്ടാൽ പലപ്പോഴും ഭീതികൾ വന്നു എന്ന് വരും. മനസ്സിൽ സങ്കല്പ വികല്പങ്ങളും അല്ലെങ്കിൽ പല തെറ്റിദ്ധാരണകളും വന്നു എന്ന് വരാൻ ഒരു ചാൻസ് ഉണ്ട്. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വ പുനർജന്മന വിദ്യതേ. ഇത് മഹാഭാരതത്തിൻ്റെ സത്താണ്, അല്ലേ? മഹാഭാരതത്തിൻ്റെ അമൃതാണ് ഇത്. കാരണം മഹാഭാരതത്തിൽ മുഴുവൻ രാഗദ്വേഷ ദ്വന്ദ് മത്സര യുദ്ധങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷെ അതിൽ അമൃത് എന്ന് പറയാൻ, കാരണം മഹാഭാരതത്തിൽ പറഞ്ഞത് മുഴുവനെ ചിലത് ചെയ്യരുത്, ചിലത് ചെയ്യണം. കൗരവന്മാരെ മാതിരി ആവരുത്, പാണ്ഡവന്മാരെ മാതിരി ആവണം എന്നാണ് നമുക്ക് പഠിപ്പിച്ചത്. പക്ഷേ ഇതിൻ്റെ നടുക്കിൽ ഒരു അമൃതം ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ സർവസ്വമാണ്. ഈ മഹാഭാരതത്തിൻ്റെ സർവസ്വം എന്ന് പറഞ്ഞാൽ അമൃതം എന്ന് പറയാൻ ഉള്ളതാണ് ഈ ഭഗവത്ഗീത. ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാനായ ശ്രീകൃഷ്ണൻ തൻ്റെ മുഖത്തുനിന്ന് ഒഴുക്കിയതാണ്. ആ ഗീത, ആ ഭഗവത്ഗീതയുടെ ആ ജലം പീത്വ, ആരാണോ ഈ ഗംഗ കുടിക്കുന്നത്, ഭഗവത്ഗീതാ നാമത്തിലുള്ള ഈ ഭഗവത്ഗീതാ ഗംഗ ആരാണ് പാനം ചെയ്യണത്, അവർക്കിനി പുനർജന്മം ന വിദ്യതേ,
ഒരിക്കലും ഒരു പുനർജന്മം അവർക്ക് എടുക്കേണ്ടി വരില്ല എന്നതിൽ വാക്ക് തന്നിരിക്കുകയാണ്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. അപ്പം ഈ ഭഗവത്ഗീത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥന് വേണ്ടിയിട്ട് പ്രകടമാക്കിയതാണ് അല്ലേ. ആ യുദ്ധക്കളത്തിൽ വളരെ ദുഃഖിതനായിട്ട് അവിടെ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഭഗവാൻ ഇതിനെ പ്രകടമാക്കി. ഇതിനെ കഴിഞ്ഞ ആ ധ്യാന ശ്ലോക സമയത്ത് നന്നായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഉപനിഷത്തുക്കളെല്ലാം ഓരോ ഗോക്കളെയാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഉപനിഷത്തിൻ്റെ എല്ലാം സത്തായിട്ടുള്ള ഈ ഭഗവത്ഗീത ഇതിനെ പ്രകടമാക്കിയത് ഗോപാലനായിട്ടുള്ള ഭഗവാനാണ്. ഗോപാലൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇതിനെയൊക്കെ പാലിക്കണം നമ്മുടെ ആത്മാവാണ് സാക്ഷാത് ശ്രീകൃഷ്ണൻ. അപ്പം ആ ആത്മാവ് രൂപിയിലുള്ള ശ്രീകൃഷ്ണൻ ഇത് ആ ജീവാത്മാവായിട്ടുള്ള അർജുനന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെമാരുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രകടമാക്കിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അമൃതാണ്, മഹത്തായ അമൃതാണ്. മറ്റേ അമൃതോ നമുക്ക് നമ്മുടെ ദീർഘജീവിയാക്കും. ദേവലോകത്തൊരു അമൃതുണ്ട്, അത് നമ്മളെ ദീർഘജീവിയാക്കും. പക്ഷേ ഈ അമൃത് നമ്മളെ ദിവ്യജീവിയാക്കും. നമുക്ക് ദിവ്യമായ ജീവിതം ജീവിക്കാൻ സാധിക്കും. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഏകശാസ്ത്രം, ഈ ശാസ്ത്രത്തിനെ വിശ്വസിച്ചാൽ മതി. ദേവകീപുത്രഗീതം, ഇത് ആര് പ്രകടമാക്കിയതാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ ദേവകിയുടെ പുത്രൻ പ്രകടമാക്കിയതാണ്. ഏകോ ദേവോ, ആ ഏകദേവനെ, ആ ഗോവിന്ദനെ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ മതി. ഏകശാസ്ത്രം, ദേവകീപുത്രനായിട്ടുള്ള ഏക ശ്രീകൃഷ്ണനെ ആശ്രയിച്ചാൽ ഏകോ തസ്യ നാമാനിയാനി, ശ്രീകൃഷ്ണൻ്റെ മന്ത്രങ്ങളെ മാത്രം ആശ്രയിച്ചാൽ. കാരണം ആ ഭഗവാന്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഭഗവത്ഗീത തന്നെ ഓരോ ശ്ലോകവും മന്ത്രങ്ങളാണ്. അപ്പം അതിനെ ആശ്രയിച്ചാൽ കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഈ കർമ്മം അതുകൊണ്ട് എല്ലാ ദേവന്മാരും സന്തുഷ്ടവാന്മാരാവും. എല്ലാ ദേവന്മാർക്കും പ്രിയകരമാണ് ഭഗവത്ഗീത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.